കർത്താവിലേക്ക് നോക്കിക്കൊള്ളണം. ഏത് പരീക്ഷയിലും കർത്താവിനെ നോക്കണം. ഇന്ന് പലർക്കും അതിന് സാധിക്കുന്നില്ല. ജീവിതത്തിൽ വേദനകളും ഭാരങ്ങളും വരുമ്പോൾ കർത്താവിലേക്ക് നോക്കൂ സഹോദര. എത്രയോ കഷ്ടങ്ങൾ ഭാരങ്ങൾ സഹിച്ച എത്രയോ പേർ കർത്താവിനെ നോക്കി അവരുടെ ജീവിതത്തിൽ അവർ ആശ്വാസം പ്രാപിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? 1819 ഐറിഷുകാരനായ ഒരു മനുഷ്യൻ, ജോസഫ് എം സ്ക്രിവൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 1819 താൻ ജനിച്ചത്. തന്റെ വിവാഹപ്രായമായ സമയത്ത് ഒരു പെൺകുട്ടിയുമായി തന്റെ വിവാഹം ഉറപ്പിച്ചു. വിവാഹം നടക്കുന്നതിന്റെ തലേ ദിവസം വിവാഹം നിശ്ചയിച്ചിരുന്ന പെൺകുട്ടി കടന്നുപോയ കുതിരവണ്ടി പെട്ടെന്ന് ഐസ് മൂടിയ തടാകത്തിലേക്ക് മറിഞ്ഞ് ആ പെൺകുട്ടി അകാലത്തിൽ പൊലിഞ്ഞുപോയി. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ താങ്ങുവാൻ കഴിയാത്ത ദുഃഖം. ജോസഫ് എം സ്ക്രിവൺ താൻ ഒരു തീരുമാനമെടുത്തു. ഇനിയൊരു വിവാഹം എനിക്ക് വേണ്ട. ഇനി എന്റെ ആയുസിന്റെ യേശുവിന് വേണ്ടി മാത്രം, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനുള്ള ആഗ്രഹത്തോടുകൂടെ താൻ കാനഡ എന്ന രാജ്യത്തിലേക്ക് പോയി. കാനഡ എന്ന രാജ്യത്തിൽ ചെന്നു ദൈവികമായ വിഷയങ്ങൾക്ക് വേണ്ടി അധ്വാനം ചെയ്തു. പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് താൻ മുൻപോട്ട് യാത്ര പോയി. കാനഡ ഗവൺമെന്റ് തന്നെ ആദരിച്ച് അവിടെ തന്നെ ഒരു വലിയ ജോസഫ് എം സ്ക്രിവൺ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ വലിയൊരു സ്റ്റാച്യു ഒക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ മനുഷ്യൻ ഏതാണ്ട് 45 വയസ്സ് കഴിഞ്ഞ സമയത്ത് പെട്ടെന്നൊരു ദിവസം രോഗിയായി. രോഗം എന്ന് പറഞ്ഞാൽ അർബുദം, ക്യാൻസർ തന്റെ ശരീരത്തിൽ ബാധിച്ചു. താനൊരു മുറിയിൽ താമസിക്കുകയാണ്. തന്റെ സ്നേഹിതന്മാർ നിത്യേന വന്നു പോകും. ഒരു ദിവസം അപ്രതീക്ഷിതമായ ഒരു സുഹൃത്ത് അവിടെ വന്നു നോക്കുമ്പോൾ താൻ കിടക്കുന്ന കട്ടിലിനോട് ചേർന്ന ഒരു ടീപ്പോ, ആ ടീപ്പോയിൽ ഒരു വേദപുസ്തകം ഇരിക്കുന്നു. ആ മനുഷ്യൻ ആ വേദപുസ്തകം എടുത്ത് തുറന്നു നോക്കി. അതിലൊരു കടലാസ് കഷ്ണം ഇരിക്കുന്നു. അതിനകത്ത് താൻ ചില വരികൾ എഴുതി. ഈ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി. ക്യാൻസറിന്റെ അണുക്കൾ തന്റെ തല മുതൽ പാദം വരെ തിന്നു തീർത്തുകൊണ്ടിരിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി താൻ മാറ്റപ്പെടാൻ പോകുകയാണ്. ആ ഭക്തന്റെ ജീവിതയാത്രയെ ഓർത്തു. സുഹൃത്ത് വന്ന് നോക്കുമ്പോൾ ഇത്ര വേദനയുടെ സമയത്ത് ആ മനുഷ്യൻ ആ കടലാസിൽ എഴുതി വെച്ചിരിക്കുകയാണ്, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. എന്റെ യേശു എനിക്ക് എത്ര നല്ലൊരു സുഹൃത്താണ്, എത്ര നല്ല സ്നേഹിതൻ. എപ്പോഴാ പറയുന്നറിയാമോ? കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ പോകുമ്പോൾ ആ മനുഷ്യൻ എഴുതി. അത് തന്റെ ജീവിതത്തിൽ ആദ്യം അവസാനമായി താൻ എഴുതിയ ഒരു പാട്ടായിരുന്നു. എപ്പോൾ എഴുതിയെന്നറിയാമോ? ക്യാൻസർ വന്ന് മരണം തന്നെ വിഴുങ്ങുവാൻ തന്റെ മുൻപിൽ നിൽക്കുമ്പോൾ വേദന എന്ന് പറയുന്നത് ശരീരം മുഴുവൻ രോമകൂപങ്ങളെ പോലും പിടിച്ചു മുറുക്കി ശ്വാസം നിലയ്ക്കുവാൻ പോകുന്ന സമയത്ത് ആ ഭക്തൻ എഴുതി വെച്ചു, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. സുപ്രസിദ്ധമായ ഒരു ആംഗലേയ ഗാനമാണത്. എത്രയോ ഭക്തന്മാർ വേദനകളിൽ അത് പാടി സന്തോഷിച്ചിട്ടുണ്ട്. അതറിയാമെങ്കിൽ നമുക്ക് അതിന്റെ 1-2 വരികൾ നമുക്കിപ്പോൾ ചേർന്നൊന്ന് പാടാം. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ഇന്ന് രാത്രി ആ ഗാനം നാം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എഴുതണം, എന്റെ യേശു എന്റെ നല്ല സുഹൃത്താണ്, എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ യേശു എന്ന് പറയാൻ ഈ രാത്രി നമുക്കുണ്ടാകട്ടെ. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്, all of sins and grief to bear. What a privilege to carry everything to God in you. What a peace we open for me. Oh, what needless burden we bear. All because we do not carry everything to God in prayer. Endu nallor sagishu ദുഃഖം വഹിക്കും. എല്ലാം യേശുവോട് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. യേശുവോട് ചൊല്ലിടായിക നിമിത്തം. കഷ്ടം ശോധനകളോ വിധ ദുഃഖങ്ങളോ ക്ലേശവും അധൈര്യം വേണ്ട. യേശുവോടല്ല ദുഃഖം സർവം വഹിക്കുന്ന മിത്രം മറ്റാരുമുണ്ടോ.
ദുഃഖങ്ങളും ഭാരങ്ങളും ജീവിതത്തിൽ തിരമാലകൾ പോലെ ആഞ്ഞടിച്ചുയർന്നു വരുമ്പോൾ ഭക്തന്മാരെ നമുക്ക് പോയി പറയുവാനുള്ള നല്ല മിത്രം യേശുവാണ്. യേശുവിനെ ഒരു നല്ല സുഹൃത്തായി, ഒരു നല്ല സ്നേഹിതനായി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. യേശുവിനെ ഒരു നല്ല സുഹൃത്തായി നിങ്ങൾ അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരും കരങ്ങൾ ഉയർത്തട്ടെ. ഭാരങ്ങൾ ഈ രാത്രി യേശു ചുമക്കുവാൻ ഒരുക്കമാണ്. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രാത്രി യേശു നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ ജീവിതത്തിനൊരു അറുതിയുണ്ട് എന്നുള്ള ബോധ്യവും നമ്മിലേക്ക് കടന്നു വരികയാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം നാം വായിക്കുമ്പോൾ മനസാക്ഷി യുഗത്തിൽ ജീവിച്ച ഭക്തനായ ജോബിന്റെ ഒരു അനുഭവത്തെ കുറിച്ച് അവിടെ പറയുന്നു. വായിച്ചട്ടെ, 5-ാം അധ്യായം 11-ാമത് വാക്യം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നു. സഹിഷ്ണുത, ജോബിന്റെ സഹിഷ്ണുത. വേദപുസ്തകത്തിൽ സഹിഷ്ണുതയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് ഇയ്യോബ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന രോഗത്തിന് വൈദ്യശാസ്ത്രം തന്നെ ഒരു പേര് കൊടുത്തു, ജോബ് സിൻഡ്രം. അങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ രോഗത്തിന്റെ പേര്? നമ്മുടെ സാധാരണ ചൊറിയും ചിരങ്ങുമൊന്നല്ല. നമ്മൾ ചിന്തിക്കും, ഒരിക്കൽ ആരോ പറഞ്ഞ പോലെ ഇയ്യോബിന്റെ ഭാര്യയെ പൊട്ടിയെന്ന് വിളിച്ചവരുണ്ട്. ഇയ്യോബ് പൊട്ടിയെന്ന് വിളിച്ചു, അതുകൊണ്ട് ഇയ്യോബിന്റെ ഭാര്യയുടെ പേരെന്താണെന്ന് പിള്ളേരോട് ആരുണ്ട് ചോദിച്ചപ്പോൾ പിള്ളേർ പറഞ്ഞു പൊട്ടി. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന്റെ ഭാര്യ പൊട്ടിയൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നാട്ടിൽ ഈ കാലത്തുള്ള സഹോദരിമാരും വല്ലതും ആണ് എന്നേ ഇറങ്ങി വേറെ വഴിക്ക് പോയിനെ. എന്താ കാരണം എന്നറിയാം? ഓട്ടും കഷണം കൊണ്ടാ മാന്തുന്നത്. വസ്ത്രം ധരിക്കാൻ കഴിയാതെ ചാരത്തിനകത്ത് ഇറങ്ങി ഓട്ടും കഷണം കൊണ്ട് മാന്തുന്ന ഭർത്താവിനെ നിങ്ങളൊന്ന് സ്വപ്നത്തിൽ കണ്ടേ. ചിലർക്ക് ഇപ്പോഴേ മനമറിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മനമറിക്കണ്ട. ജോബിന്റെ ഭാര്യ അത് സഹിച്ചു. പ്രിയപ്പെട്ടവന്റെ വേദന കണ്ട് സഹിക്കാൻ വയ്യാത്തോണ്ട് അവനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞ പോയി മരിക്കാൻ. അതാ ഇതിൽ നല്ലതെന്ന് പറഞ്ഞതേ ഉള്ളല്ല. അവള് പൊട്ടിയും ഭ്രാന്തി ഒന്നും ആയതുകൊണ്ടല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ആ വചനത്തിൽ നിന്നുകൊണ്ട് പറയുക, അദ്ദേഹം എന്തെല്ലാം കഷ്ടങ്ങളെ സഹിച്ചു. ദൈവം വരുത്തിയ അവസാനത്തെ നാം കാണുന്നുവല്ലോ. സഹിഷ്ണുതയ്ക്ക് ഒരു അവസാനമുണ്ട്, അതിനൊരു പ്രതിഫലമുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ദാനിയേലിനോട് പറയുന്നു, നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചുകൊള്ളുക, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. എഴുന്നേറ്റ് വരും. ഒരവസാനമുണ്ട് നീതിമാന്മാരെ, ഒരവസാനമുണ്ട്. അത് മനോഹരമായിരിക്കട്ടെ. ആ അവസാനം ഈ കഷ്ടത ലോകത്തിൽ തീർന്നു കഴിഞ്ഞാൽ സഹിച്ച കഷ്ടതകൾക്കെല്ലാം ഒരു പ്രതിഫലമുണ്ട് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. 58-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 58-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം വിട്ടെന്ന് വായിച്ചട്ടെ. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു നീതിമാനാണോ അതിനൊരു പ്രതിഫലമുണ്ട്. ദൈവവചനത്തിലൂടെ നാം കടന്നുപോയാൽ ഒരു നീതിമാന് ലഭ്യമാകുന്ന പ്രതിഫലങ്ങളുടെ നീണ്ട പട്ടിക ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സമയ ചുരുക്കത്താൽ അതെല്ലാം പറഞ്ഞു പോകുവാൻ സമയമില്ല. എന്റെ വാക്കുകൾ ഞാൻ ആ ഭാഗത്ത് നിന്ന് മാറ്റിയിട്ട് അടുത്ത ഭാഗത്തേക്ക് നാം കടന്നു വരികയാണ്. നീതിമാൻ ഒരു പ്രതിഫലമുണ്ട്. എപ്പോൾ പ്രാപിക്കുമെന്ന് ചോദിച്ചാൽ യേശു മടങ്ങി വരും. അനന്തവിഹായസുകൾ തുറക്കും. ഇൻപങ്ങളുടെ പർദീസാകൾ തുറന്ന് ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുക്കുവാൻ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതായി വരും. ആ ന്യായാസനം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്ന ആ ന്യായാസനത്തെ കുറിച്ച് നാം പഠിച്ചാൽ അത് ദൈവത്തിന്റെ ന്യായവിധിയുടെ സിംഹാസനമല്ല, അത് ദൈവത്തിന്റെ പ്രതിഫലങ്ങളുടെ സിംഹാസനമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രതിഫലം ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലങ്ങളുടെ സീറ്റ് ബീമാ സീറ്റ് എന്നാകുന്നു ഗ്രീക്ക് ഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്ന വാക്ക്. ബീമാ സീറ്റ് എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സ് വില്ലേജില് ഒളിമ്പിക്സ് വിജയികൾക്ക് ഒളിമ്പിക്സ് ഗ്രാമത്തലവൻ കൊടുക്കുന്ന സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുവാൻ അവർ ചെല്ലുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന ആ സീറ്റിന്റെ പേരാണ് ബീമാ സീറ്റ്. അത് പ്രതിഫലങ്ങളുടെ സിംഹാസനമാണ്. അവിടെ നിന്ന് നാം ഒരു ദിവസം അത് വാങ്ങും. ദൈവത്തിന് സ്തോത്രം. നീതിമാനും ഒരവസാനമുണ്ട്. അത് ദൈവനീതിയിൽ ദൈവത്തിന്റെ മുഖത്തെ കാണുവാൻ, പ്രതിഫലങ്ങളെ ഏറ്റുവാങ്ങുവാൻ അവൻ ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുമെന്ന് ബൈബിൾ പറയും. ഇനി നമ്മുടെ ചിന്തയുടെ 3-ാം ഭാഗത്തേക്ക് നാം വരുമ്പോൾ ഈ ലോകത്തിന്, ഈ യുഗത്തിന് ഒരവസാനമുണ്ട് എന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ ലോകത്തിന് അവസാനമുണ്ടെങ്കിൽ അതിനൊരു ആരംഭമുണ്ട്. ഈ ഭൂമിക്ക്
ഒരാരംഭമുണ്ട് എന്ന് ബൈബിൾ പറയുക. എവിടെയാണ് അതിന്റെ ആരംഭം? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ദൈവവചനം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വായിച്ചട്ടെ 1-ാമത്തെ വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിന് സ്തോത്രം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ദൈവത്തിന്റെ സൃഷ്ടിയാകുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭൂമിയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അത് ദൈവത്തിന്റെ സൃഷ്ടിയാകുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ നാം നോക്കുമ്പോൾ ഈ ഭൂമിയെക്കുറിച്ച്, ഈ ലോകത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അത് ദൈവത്തിന്റെ സൃഷ്ടിയാകുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 11-ന്റെ 3-ാം വാക്യത്തിൽ ദൈവവചനം ഓർപ്പിക്കുന്നു, ലോകം ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി. ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചനത്തിൽ വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്, ഈ ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ കാണപ്പെടുന്ന പ്രപഞ്ചവും ഭൂമിയുടെ അവസ്ഥകളും ഒക്കെ തിരുവെഴുത്തിൻ പ്രകാരം നാം നോക്കുമ്പോൾ അത് വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടതാകുന്നു എന്ന് വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ ഈ ഭൂമി വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന് സൃഷ്ടിയുടെ ഒരു ആരംഭമുണ്ട് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. സൃഷ്ടിയുടെ ഒരു ആരംഭമുണ്ട്. ഈ ഭൂമിയെ ദൈവം തന്റെ ശബ്ദത്താൽ, തന്റെ വാക്കിനാൽ ഉളവാക്കി എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നാൽ ഈ ഭൂമിയോടുള്ള ദൈവത്തിന്റെ ബന്ധത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ന്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നു, സത്യവെളിച്ചം ആ ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. യോഹന്നാൻ 3-ന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം ലോകത്തെ സ്നേഹിച്ചു, വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അടുത്തത് ദൈവം ലോകത്തെ സ്നേഹിച്ചതായി ദൈവവചനം പറയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ആ ഭൂമിയെക്കുറിച്ച് നാം നോക്കുമ്പോൾ 45-ാം അധ്യായം, യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നാം വായിച്ചു നോക്കിയാൽ ആ ഭൂമി ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് ദൈവവചനം പറയുക. ഈ ഭൂമിയുമായിട്ടുള്ള ദൈവത്തിന് തുടർന്നുള്ള ബന്ധം, ഒന്ന് സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അടുത്തത് ദൈവം ലോകത്തെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. യെശയ്യാ പ്രവചനം 45-ന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നു, ഈ ഭൂമിയെ അവൻ ഉണ്ടാക്കിയത്, ദൈവത്തിന് സ്തോത്രം, അവൻ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാകുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. വായിച്ചട്ടെ 45-ന്റെ 12-ാമത്തെ വാക്യം. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. ഒന്നുകൂടെ വായിച്ചാട്ടെ. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ച് അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിനെ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി എന്ന് ദൈവവചനം പറയുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മനുഷ്യന് വേണ്ടി ദൈവം ഈ ഭൂമിയെ ഉണ്ടാക്കിയതായി ദൈവവചനം പറയുന്നു. 115-ാം സങ്കീർത്തനത്തിന്റെ 16-ാമത്തെ വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ, അതോടെ വായിച്ചാട്ട് 115-ാം സങ്കീർത്തനത്തിന്റെ 16-ാമത്തെ വാക്യം. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നുവെന്നും ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. എന്തിനാണ് ഈ ഭൂമി മനുഷ്യർക്ക് കൊടുത്തത്? ഈ ഭൂമി മനുഷ്യർക്ക് ദൈവം കൊടുത്തത് എപ്പോൾ? സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടി പരമ്പര പഠിക്കുമ്പോൾ പറഞ്ഞു, ആദിയിൽ ദൈവം ആകാശവും ഭൂമി ഉണ്ടാക്കി. വേദപുസ്തകത്തിന്റെ ചരിത്രപ്രകാരം പറയുമ്പോൾ ഈ ഭൂമിയുടെ മനുഷ്യവർഗത്തിന്റെ പഴക്കം ഏതാണ്ട് 6000 വർഷങ്ങളെന്ന് കാണുവാൻ കഴിയും. എന്നാൽ ശാസ്ത്രം പറയുന്നു 6000 അല്ല, അത് എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. ബൈബിളും അത് നിഷേധിക്കുന്നില്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമി ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു പീരീഡിനെ കുറിച്ച് ബൈബിൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ ആദിയിൽ ഭൂമിയെ ഉണ്ടാക്കിയപ്പോഴല്ല ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ക്രിയേഷനെ കുറിച്ച് നോക്കുമ്പോൾ ഭൂമി പാഴും ശൂന്യവുമായി കിടന്നിരുന്നു. ദൂതന്മാർ ദൈവത്തോട് മത്സരിച്ച് പിശാചുക്കളായി ഭൂമിയിലേക്ക് വീണപ്പോൾ ഈ ഭൂമി ഇരുണ്ടതായി, ദൈവതേജസ് നഷ്ടപ്പെട്ടതായി പോയി. ആ ഭൂമിയെ ഉദ്ധരിച്ചെടുക്കുന്ന പിക്ചറാണ് ഉൽപ്പത്തി പുസ്തകം പ്രാരംഭ വാക്യങ്ങൾ തുടങ്ങി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തു. ഭൂമി ദൈവം മനുഷ്യർക്ക് കൊടുത്തതാ. മറ്റൊരു ഗോളങ്ങളും ദൈവം മനുഷ്യർക്ക് കൊടുത്തിട്ടില്ല. ഇന്ന് മനുഷ്യർ പറയുന്നു ഭൂമി മനുഷ്യന് പാർക്കുവാൻ യോഗ്യമല്ല, അതുകൊണ്ട് മറ്റൊരു ഗോളത്തിലേക്ക് പോകണം, ചൊവ്വായിലേക്ക് പോകണം എന്ന് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു.
എന്നാൽ ശാസ്ത്രം പുരോഗമിക്കട്ടെ, ശാസ്ത്രത്തിന്റെ വളർച്ച ഏത് മേഖലയിൽ പോയാലും സത്യവചനം പറയുന്നു ഭൂമി മാത്രമേ മനുഷ്യന് പാർപ്പിന് കൊടുത്തിട്ടുള്ളൂ. മനുഷ്യർക്ക് കൊടുത്തുവെന്ന് പറഞ്ഞിട്ട് യെശയ്യാപ്രവചനം 45-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും പറയുന്നു പാർക്കുവാൻ വേണ്ടിയാണ് അതിനെ കൊടുത്തത്. വായിച്ചോട്ടെ 18-ാം വാക്യം. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവൻ തന്നെ ദൈവം. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി. അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്. പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. വളരെ വ്യക്തമായി ദൈവവചനം പറയുകയാണ്, വ്യർത്ഥമായിട്ടല്ല അതിനെ നിർമ്മിച്ച് ഇതിനെ ഉരുവാക്കിയെടുത്തത്, പാർപ്പിനത്രേ, മനുഷ്യന് പാർക്കുവാൻ. ഈ ഭൂമി മനുഷ്യന് പാർക്കുവാൻ ദൈവം ദാനമായി കൊടുത്തു എന്ന് ദൈവവചനം പറയുക. എന്നാൽ ഈ ഭൂമി മനുഷ്യന് പാർക്കുവാൻ ദൈവം അനുവദിച്ചു കൊടുത്തപ്പോൾ ഈ ഭൂമിയെ മനുഷ്യൻ എന്താണെന്ന് ചെയ്തത്? ഇന്ന് മനുഷ്യൻ ഭൂമിയിൽ എന്താണ് ചെയ്തത്? ചാർട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. പിക്ചർ നമ്പർ 12ലേക്ക് 12ാം നമ്പർ പിക്ചറിലേക്ക് നോക്കുമ്പോൾ ഒരു ചിത്രകാരന്റെ ഭാവനയിൽ ഭൂമി മനുഷ്യന്റെ കൈവെള്ളയിലേക്ക് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഭൂമിയെ മനുഷ്യൻ അവന്റെ കൈകളിലേക്ക് വന്നു. ഇന്നത്തെ ഇന്റർനെറ്റിന്റെ വളർച്ചയിലൂടെ, ദൈവത്തിന് സ്തോത്രം, ഇന്നത്തെ സ്മാർട്ട് ഫോണിന്റെ വളർച്ചയിലൂടെ, ഇന്നത്തെ ടെക്നോളജികളുടെ വളർച്ചയിലൂടെ ഭൂമിയെ അവൻ തന്റെ കൈയിലേക്ക് കൊണ്ടുവന്നു. എന്താണ് അവൻ ചെയ്യുന്നത്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. മനുഷ്യൻ ഈ ഭൂമിയിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചാട്ടെ, ഇനി പറയുന്ന വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു തരണം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ സകല ജലത്തിന്റെ അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. The earth is filled with violence. അങ്ങനെയാ എഴുതിയിരിക്കുന്നത്. വയലൻസ് കൊണ്ട് നിറച്ചു. ഈ ഭൂമി ദൈവം സമാധാനമുള്ളതാക്കി, സ്വസ്ഥതയുള്ള ഒരു പ്രപഞ്ചമാക്കി, ഭൂമിയാക്കി ദൈവം മനുഷ്യന് പാർക്കുവാൻ കൊടുത്തപ്പോൾ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളും അറിവുകളും നിമിത്തം അവൻ ഭൂമിയെ കൈവെള്ളയിൽ, ലോകത്തെ കൈവെള്ളയിൽ അവന്റെ കാൽ കീഴെ കൊണ്ടുവന്നിട്ട് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവൻ അതിനെ അതിക്രമം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. The earth is filled with violence. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പ്രപഞ്ചത്തിന്റെ അവസ്ഥ എന്താ? ഈ ആധുനിക ലോകത്തിന്റെ അവസ്ഥ എന്താ? വയലൻസ് കൊണ്ട് നിറഞ്ഞൊരു ലോകം. ദൈവത്തിന് സ്തോത്രം. അതിക്രമം കൊണ്ട് നിറഞ്ഞൊരു ലോകം. ഈ അതിക്രമം എന്നുള്ള പദത്തിന് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്കെന്നറിയാമോ? ഹാമാസ് എന്നാകുന്നു. ഇന്ന് ആ പേരിൽ ഒരു തീവ്രവാദ സംഘടന ലോകത്തിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹാമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? വയലൻസ്, അതിക്രമം എന്നാണ് അതിന്റെ പേര് തന്നെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ഭാഗം വായിച്ചതിനെ കുറിച്ച് പഠിച്ചപ്പോഴാ എനിക്ക് ആ തീവ്രവാദ സംഘടനയുടെ അർത്ഥം ബോധ്യമായത്. ഹാമാസ് എന്ന് പറഞ്ഞാൽ വയലൻസ്, അതിക്രമത്താൽ ആരുടെ മേലും എപ്പോൾ എങ്ങനെ വേണമെങ്കിലും, ഗവൺമെന്റിന്റെ മേലോ പ്രജകളുടെ മേലോ സ്ഥാപനങ്ങളുടെ മേലോ ആരുടെ മേലോ അതിക്രമം ചെയ്യുവാൻ ഒരുങ്ങുന്ന സമൂഹത്തെ നമുക്ക് കാണാം. ഹമാസ്. എർത്ത് ഈസ് ഫിൽഡ് വിത്ത് വയലൻസ്. ഭൂമി ദൈവം മനുഷ്യന് പാർക്കുവാൻ മനോഹരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തു കൊടുത്ത് അവനെ അവിടെ പാർപ്പിച്ചപ്പോൾ ഭൂമിയിൽ അവൻ അതിക്രമം കൊണ്ട് നിറച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരെന്താണ് ചെയ്യുന്നത്? യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവവചനം ഇപ്രകാരം പറയുന്നു, അവർ എന്നോട് മത്സരിക്കുന്നു. വായിച്ചാട്ടെ ആ ഭാഗം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക, യഹോവ അരുളിച്ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. അവർ എന്നോട് മത്സരിക്കുകയാണ്. മക്കളെ പോറ്റി വളർത്തി അവ എന്നോട് മത്സരിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിൽ പാർക്കുന്ന മനുഷ്യൻ ആരോടാ മത്സരിക്കുന്നത്? ഭൂമിയെ നശിപ്പിക്കുവാൻ, അവന്റെ പ്രവൃത്തി ദോഷത്താൽ ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാം തരത്തിലാ പൊല്യൂട്ടഡ് ആയി നിൽക്കുന്ന ഒരു ഭൂമി. ദൈവത്തിന് സ്തോത്രം. പുക കൊണ്ട് മനുഷ്യൻ നിറയ്ക്കുകയല്ലേ? ഫാക്ടറികളിൽ നിന്ന് പുക വമിക്കുന്നു, വാഹനങ്ങളിൽ നിന്ന് പുക, എവിടെ നോക്കിയാലും പൊല്യൂട്ടഡ് ആയി കിടക്കുന്ന ഭൂലോകം. എന്നാൽ അതൊക്കെ പോട്ട്, അതിനെയൊക്കെ നമുക്ക് സഹിക്കുക. എന്നാൽ മനുഷ്യനിങ്ങനെ പുകയൂതി ഭൂമിയെ മലിനമാക്കുന്നത് എത്ര അത്ഭുതം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനുഷ്യന്റെ വായിലിങ്ങനെ 3 ഇഞ്ച് നീളമുള്ള ഒരു സിഗരറ്റോ വീഡിയോ വെച്ചിട്ട് അവനിങ്ങനെ മൂക്കിക്കിടെയും കണ്ണിക്കിടെയും വായിക്കിടെയും ഒക്കെ പുകവിടുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ? അവനും ഈ ഭൂമിയെ മലിനപ്പെടുത്തുക. അവന് ഈ ഭൂമി മലിനപ്പെടുത്തി, അന്തരീക്ഷം മലിനപ്പെടുത്തിയതിന് ആദ്യം തമ്പുരാൻ അവനെ അടിക്കും. പിന്നീടുള്ള അവന്റെ ജീവിതത്തെ നശിപ്പിച്ചതിന് അവരിങ്ങനെ പോക്കോലിന് മുമ്പോട്ട് വെച്ചിരിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഫാക്ടറിക്ക് മുമ്പോട്ട് പോക്കോലുണ്ടോ? കണ്ടം പൂട്ടുന്ന ട്രാക്ടറിന് വരെ മേലോട്ടാ പോക്കോല്. ദൈവത്തിന്റെ സൃഷ്ടിക്ക് അങ്ങനെ ഒരു ആവശ്യമെങ്കിൽ ഒരു പോക്കോലിലൂടെ തമ്പുരാൻ ഉണ്ടാക്കി വെക്കത്തില്ലായിരുന്നോ? ഉണ്ടാക്കിയില്ലല്ലോ. പിന്നെന്തിനാ മനുഷ്യ നീ ഇങ്ങനെ 3 ഇഞ്ച് വീടിയും വലിച്ച്
പിടിച്ച് അതിന്റെ പുക ഇങ്ങനെ വല്ലോന്റെ മൂക്കിലോട്ട് ഊതിക്കൊണ്ട് നടക്കുന്നത് പാപമല്ലേ? അത് തെറ്റല്ലേ? ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത സമയത്ത് ഒരു ക്രിസ്തീയ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ അവിടെ പോയപ്പോൾ ഒരു വിശുദ്ധ കർമ്മം ആ ദേവാലയത്തിൽ നടക്കുകയാ. ദേവാലയത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ ദേവാലയത്തിൽ വളരെ ഭക്തനായി, കണ്ടാൽ നല്ലൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ ആ പള്ളിയുടെ പരിസരത്ത് നിന്ന് നല്ലൊരു റോത്തുമാൻസിന്റെ സിഗരറ്റ് ആഞ്ഞു പിടിച്ച് വലിച്ച് 4 പാട് ഊതി പറപ്പിച്ചിട്ട് അവൻ ഈ കുറ്റിയും കളഞ്ഞിട്ട് ഓടി മുണ്ടും പറപ്പിച്ചിട്ട് അവൻ ആ പള്ളിക്കകത്ത് പോയി ഇങ്ങനെ ആരാധിക്കുക. സ്നേഹിത, ഞാൻ നിന്നോട് വിരോധം കൊണ്ട് പറയുകയല്ല, ഒരു സമൂഹത്തോടുള്ള, ഒരു സൊസൈറ്റിയോടുള്ള വിരോധം കൊണ്ട് പറയുകയല്ല. ഈ അന്തരീക്ഷത്തെ മലിനമാക്കാൻ, നിന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ എന്തിനാണ് ഇതിനെ പൊല്യൂട്ടഡ് ആക്കുന്നത്? ഭൂമി മുഴുവൻ മലീമസമാക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ പ്രവൃത്തി, അവന്റെ പ്രവൃത്തി ദോഷത്താൽ അവൻ ദൈവത്തോട് മത്സരിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭൂമിമേലുള്ള മനുഷ്യന്റെ അകൃത്യം നിമിത്തം ഈ ഭൂമിക്ക് എന്ത് സംഭവിപ്പാൻ പോകുന്നു? 20-ാം വാക്യം മാത്രം വായിച്ചോട്ടെ. 20-ാമത്തെ വാക്യം മാത്രം. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു. ഭൂമി മത്തനെ പോലെ ആടുന്നു, കാവൽമാടം പോലെ ആടുന്നു. അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായി, അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു. അത് വീഴും, എഴുന്നേൽക്കുകയുമില്ല. ഭൂമി കുലുങ്ങുമെന്ന്. ദൈവത്തിന് സ്തോത്രം. നാളെ കണ്ടം പേരൊരു കുലുങ്ങിയ ഞാൻ ഉത്തരവാദിയല്ല. ദൈവത്തിന് സ്തോത്രം. എല്ലായിടവും കുലുങ്ങുകയും. ഈ അടുത്ത സമയത്ത് ഇന്ത്യയിലെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, കാശ്മീർ തുടങ്ങി കേരള തീരം വരെ കുലുക്കി മറിക്കുന്ന ഒരു ഭയങ്കര ഭൂകമ്പം ഇന്ത്യയിൽ ഉണ്ടാകുവാൻ പോകുന്നു. അതുണ്ടായാൽ ഇന്ത്യ രാജ്യത്തിന് ഭയാനകമായ വിപത്ത്. ദൈവത്തിന് സ്തോത്രം. അമേരിക്ക ഈ അടുത്ത കാലത്ത് എത്ര ഭൂകമ്പങ്ങളിലൂടെ പോയി. കാനഡയിൽ എത്ര ഭൂകമ്പങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ഇന്നും ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഭൂകമ്പം ഉണ്ടായിട്ട് സുനാമിയുടെ ഭീഷണിയെക്കുറിച്ച് ശാസ്ത്രലോകം ലോകത്തിന് മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞു. അകൃത്യം താങ്ങാൻ കഴിയാതെ അത് വീഴും. അടുത്തത് എഴുന്നേൽക്കുകയില്ല. അകൃത്യം മനുഷ്യന് താങ്ങുവാൻ, മനുഷ്യന്റെ അകൃത്യം ഭൂമിക്ക് താങ്ങുവാൻ കഴിയാതെ അത് വീഴുമെന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുക. വീഴും, അതിന് എഴുന്നേൽപ്പാൻ കഴിയുകയില്ല. അപ്രകാരം ഭൂമിമേൽ മനുഷ്യന്റെ അകൃത്യം വർദ്ധിക്കുമ്പോൾ ഈ ഭൂമിക്ക് നിൽപ്പാൻ കഴിയാതെ വീണുപോകും. കാരണം മറ്റൊന്നുമല്ല, മനുഷ്യന്റെ അകൃത്യം. പാർക്കുവാൻ കൊടുത്ത ഭൂമിയിൽ എന്തെല്ലാം വൃത്തികേടുകൾ ഈ ലോകത്തിലെ മനുഷ്യൻ കാണിച്ചു കൂട്ടുന്നു. അതല്ലേ ഈ ഭൂമിയുടെ നാശം എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ എന്താണ് അതിന്റെ കാരണമെന്ന് അവിടെ വ്യക്തമായി എടുത്തെഴുതി. 5-ാം വാക്യം, അവർ പ്രമാണത്തെ ലംഘിച്ച് ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. പ്രമാണങ്ങൾ ലംഘിച്ചു, ചട്ടത്തെ മറിച്ചു, നിത്യനിയമത്തിന് ഭംഗം വരുത്തിയ മനുഷ്യൻ നിമിത്തം ഭൂമി മലീമസമായി അത് വീഴും, അത് എഴുന്നേൽക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രമാണങ്ങൾ, ദൈവത്തിന്റെ പ്രമാണങ്ങളെ ലംഘിക്കുന്ന മനുഷ്യൻ, ചട്ടങ്ങളെ ലംഘിക്കുന്നതായ നീക്കിക്കളയുന്ന മനുഷ്യൻ നിത്യനിയമത്തിന് ഭംഗം വരുത്തുന്നു. ദൈവത്തിന് നിത്യനിയമത്തിന് ഭംഗം വരുത്തുന്ന മനുഷ്യ, നീ ഭൂമിക്ക് അള്ളുവെച്ചതിന്റെ ആ പൂരുകയാണെന്നുള്ളത് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഭൂമി മനുഷ്യൻ നിമിത്തം നിൽക്കുവാൻ കഴിയാതെ ഇളകിയാടുന്ന ഒരു കാലം, ദൈവത്തിന് സ്തോത്രം, അതിന്ന് ലോകത്തിൽ സംഭവിക്കുന്നു. മനുഷ്യന്റെ പ്രവൃത്തി ദോഷത്താൽ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സംഗീത ശുശ്രൂഷയിൽ ഒരു പാട്ടുണ്ടല്ലോ, നാസ്തികരാം ജ്ഞാനികൾ തൻ ശാസ്ത്ര നേട്ടങ്ങൾ ഭൂമിയിൽ വിനാശം വിതറിടുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. പ്രകൃതി പ്രളയവും ഭൂകമ്പവും കൊടുങ്കാറ്റുമായി മനുഷ്യന് വിരോധമായി എഴുന്നേറ്റ് വരുന്ന നല്ലൊരു പാട്ടാണ്. മനുഷ്യന്റെ ബുദ്ധി, ശാസ്ത്രീയ നേട്ടങ്ങൾ ഭൂമിക്ക് താങ്ങാൻ കഴിയാതെ വരുമ്പോൾ ഭൂമി എഴുന്നേറ്റ് പ്രളയവും ഭൂകമ്പവും കൊടുങ്കാറ്റുമായി മനുഷ്യന് നേരെ എഴുന്നേറ്റ് ആഞ്ഞു പിടിച്ചു വരികയാണ്. ഈ അടുത്ത കാലത്ത് എത്ര കൊടുങ്കാറ്റുകൾ. റീത്ത, കത്രീന, പൗളീന സഹോദരിമാരുടെ പേരെല്ലാം എടുത്ത് കൊടുങ്കാറ്റിനിട്ടു. സഹോദരിമാരെല്ലാം കൊടുങ്കാറ്റായതുകൊണ്ടാണ്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒട്ടുമുക്കാലും കൊടുങ്കാറ്റിന് സഹോദരിമാരുടെ പേരാണ് ഇടുന്നത്. ഇപ്പൊ പിന്നെ സഹോദരന്മാരുടെ പേര് മത്തായി എന്ന് ഔസേപ്പ് നോക്ക് പുതിയ പേരിട്ട് പുതിയതും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൊടുങ്കാറ്റുകളും പെരുങ്കാറ്റുകളും ഭൂമിയെ ചുറ്റിയടിച്ചു ചുഴറ്റിയെറിയുവാൻ പാഞ്ഞു വരുമ്പോൾ എവിടാണ് ഇതിന്റെ ആരംഭം? അകൃത്യം താങ്ങുവാൻ കഴിയാതെ ഭൂലോകം ഇളകി മറിയുന്നു. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ഇളകി മറിയുന്നതായി ബൈബിൾ പറയുന്നു. ഇത് സംഭവിക്കുമ്പോൾ നാം അറിയേണ്ട ഒരു സത്യമുണ്ട്. മനുഷ്യന്റെ അകൃത്യം അത് പെരുകി വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇന്ന് ഭൂമിയുടെ നാശം എന്താണ്? വീണ്ടും ചാർട്ടിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. പിക്ചർ നമ്പർ 18 നോക്കിയാൽ ഈ 18-ാം നമ്പർ
പിക്ചറിൽ നോക്കിയാൽ ചില നാളുകൾക്ക് മുമ്പ് മലയാള മനോരമ പത്രത്തിലും ഇന്ത്യയിലെ മുൻനിര പത്രങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു എന്നൊക്കെ പറയുന്ന പത്രങ്ങളിൽ വന്ന ഒരു നല്ല ചിത്രമാണ്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. ഇതിന് ശാസ്ത്രലോകം നാസ കൊടുത്തിരിക്കുന്ന പേര് CME എന്നാകുന്നു. അതിന്റെ അർത്ഥം കൊറോണൽ മാസ് ഇജക്ഷൻ എന്നാകുന്നു. സൂര്യനിൽ നിന്ന് അതിന്റെ ശക്തമായ ഊർജപ്രവാഹം ഭൂമിയിലേക്ക് പതിക്കുന്നതിന്റെ ഒരു പ്രത്യേകമായ ഒരവസ്ഥയാണ് CME എന്ന പേരോടുകൂടെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സൂര്യനിൽ നിന്നുള്ളതായി സൗരവാതകങ്ങളും പ്ലാസ്മയും ഒക്കെ അതിശക്തമായി സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന ഒരു പ്രത്യേകമായ അനുഭവം, അതിന്റെ പേരാണ് CME എന്ന് പറയുന്നത്. ഇതിനെ തുടർന്ന് ഒരു സോളാർ സ്ട്രോം ഈ ഭൂമിയിലേക്ക് വരുവാൻ പോകുന്നു എന്നാണ് ഈ അടുത്ത കാലത്ത് നാസ പറഞ്ഞത്. ഈ ചിത്രം നിങ്ങൾ കാണുവാൻ കഴിയുമായിരിക്കും. ഇത് ചെറിയൊരു പിക്ചറായി കാണുന്നെങ്കിലും ഈ സംഭവത്തിന്റെ വലിപ്പം ഏതാണ്ട് 1,00,000-ലധികം കിലോമീറ്റർ ദൈർഘ്യമാണ് ഇതിനുള്ളത്. ഒരു സെക്കൻഡിൽ 1100ഓളം കിലോമീറ്റർ വേഗതയില് ഭൗമോപരിതലത്തിലേക്ക് സൂര്യനിൽ നിന്ന് പാഞ്ഞു വന്ന ഒരു തീഗോളത്തിന്റെ പടമാകുന്നു ഈ കാണുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ പ്രതിഭാസം ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടായാൽ നാസ ഭൂമിയെക്കുറിച്ച് പഠിച്ചിട്ട് സൂര്യനെക്കുറിച്ചും ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലങ്ങളെക്കുറിച്ചും പഠിച്ചിട്ട് ഇപ്രകാരമാണ് പറഞ്ഞത്: ഈ പ്രതിഭാസം ഭൂമിയുടെ സകലവിധമായ അവസ്ഥകളെയും തകർത്തുകളയും. ഒന്നാമത് കാന്തിക മണ്ഡലത്തെ തകർക്കും. ഭൂമിക്ക് ഒരു മാഗ്നറ്റോസ്ഫിയർ ഉണ്ട്. അത് നമ്മുടെ മുകളിൽ ഒരു കൊട പിടിച്ച് നിൽക്കുന്നത് പോലെ, ഓസോൺ ലെയർ നിൽക്കുന്നത് പോലെ ഈ ഭൗമോപരിതലത്തിൽ ഒരു മാഗ്നറ്റോസ്ഫിയർ ഉണ്ട്. ഓസോൺ ലെയറും ഈ മാഗ്നറ്റോസ്ഫിയറും ഭൂമിയുടെ മുകളിൽ കൊട പിടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് സൂര്യനിൽ നിന്നുള്ളതായ കോസ്മിക് റൈസുകൾ ഭൂതലത്തിൽ പതിച്ച് മനുഷ്യന് തീരാ നഷ്ടങ്ങൾ വരാതെ സംരക്ഷിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിലൂടെ, ഇത് തുടർച്ചയായി ഉണ്ടാകുന്നതിലൂടെ ഒന്നാമത് ഭൂമിയുടെ മാഗ്നറ്റോസ്ഫിയർ തകർക്കുവാനിടയാകും. അടുത്തത് റേഡിയോ തരംഗങ്ങൾ. ഈ ലോകത്തില് മനുഷ്യന്റെ ടെക്നോളജികളൊക്കെ ശരിയായ നിലയിൽ മുമ്പോട്ട് വളർത്തിക്കൊണ്ട് പോകുന്നത് റേഡിയോ തരംഗങ്ങളുടെ പ്രവർത്തനത്തിലൂടെയാ. അതിനെ സാരമായി ബാധിക്കും. അടുത്തത് GPS സംവിധാനത്തെ മുഴുവൻ, ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം എന്ന് പറയുന്ന GPS സിസ്റ്റം മുഴുവൻ തകരാറിലാക്കിയെടുക്കുന്ന ഒരവസ്ഥ കൂടിയാകുന്നു ഈ CME എന്ന് പറയുന്ന അനുഭവം തുടർച്ചയായി ലോകത്തിൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. അതിനെ തുടർന്നാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു ഭയാനകമായ വിപത്ത് ലോകത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ ഒരു ഹെഡിങ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും: ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ആഗോള തമനം. ഈ ഭൂമി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയാവും? 5 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ ഭാരതം, നമ്മുടെ കേരളം, നമ്മുടെ ഈ കണ്ടം പേരുള്ള റാന്നി പരിസര പ്രദേശങ്ങൾ, കേരളത്തിലുള്ളവർ, ഭാരതത്തിലുള്ളവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതെന്നറിയാമോ? ഭക്ഷണമില്ലായ്മയല്ല, പെട്രോളിന്റെ ബുദ്ധിമുട്ടല്ല, ഊർജത്തിന്റെ നഷ്ടമല്ല. ഈ ലോകം നേരിടുവാൻ പോകുന്ന വലിയ വിപത്തെന്ന് പറയുന്നത് ശുദ്ധജല ദൗർലഭ്യം. ഇപ്പോൾ തന്നെ എത്ര ഇടങ്ങളിലില്ല. ഒരു കാലത്ത് മഴയുടെ ചാറ്റമഴ കണ്ടാൽ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കിണറുകളൊക്കെ നിറഞ്ഞു കവിയുമായിരുന്നു. ഞാൻ കൊച്ചിലെ ഓർക്കുന്നുണ്ട്, വീട്ടിലൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇടവപ്പാതി മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുമ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ഓടി വന്നാൽ ആദ്യം ഓടിപ്പോയി കിണറ്റിൽ നോക്കൂ, കിണറ്റിൽ എത്രയും വെള്ളമുണ്ട്. രാവിലെ പോയപ്പോൾ കണ്ടതിനേക്കാൾ പിന്നെ 5 അടി പൊക്കത്തിൽ വെള്ളം ഇങ്ങനെ പാഞ്ഞു കയറി വരികയാ. ഒരു കാലത്ത് നമ്മുടെ ഈ ഭൂമി ശുദ്ധജലത്താൽ നിറഞ്ഞു നിന്നു. ഇന്ന് ജലദൗർലഭ്യം ഈ ഭാരതവും ലോകവും ആസന്ന ഭാവിയിൽ നേരിടുവാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്തെന്ന് പറഞ്ഞാൽ ശുദ്ധജല ദൗർലഭ്യമായിരിക്കും. ഇനി ഒരു 5 വർഷം വേണമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ളിൽ തന്നെ നമ്മൾ വെള്ളം വാങ്ങുവാൻ, പെട്രോൾ ഡീസൽ വാങ്ങുവാൻ ബങ്കറുകളിൽ പോകുന്നത് പോലെ നമ്മൾ ബാക്കറ്റുകളും ക്യാനുകളുമായി ബാങ്കറുകളിൽ പോയി വെള്ളം കളക്ട് ചെയ്യേണ്ടതായ ഒരു സാഹചര്യം വന്നിരിക്കും. ഒരു സംശയവും അതിന് വേണ്ട, അത് സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൈകളിലൊക്കെ എത്തുന്ന ഈ കുപ്പിവെള്ളമുണ്ടല്ലോ, മിനറൽ വാട്ടർ, നമ്മുടെ കൈവശം എത്തിയിട്ട് എത്ര നാളായി? ഒരു 10 വർഷത്തിന് മുമ്പ് ഇന്ന് മിനറൽ വാട്ടർ കുടിക്കുന്ന പലരുടെയും കയ്യിൽ മിനറൽ ബോട്ടിൽ കൊടുത്താൽ അവർക്ക് കുടിക്കുകയില്ല. കാരണം പ്രത്യേകിച്ച് ബന്ധുക്കോസുകാരാണ്, അത് പാപമാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. മിനറൽ വാട്ടർ കുടിച്ചാൽ, ബോട്ടിൽ വെള്ളം കുടിച്ചാൽ പാവം യേശുവിന്റെ വരവിൽ പോകത്തില്ലെന്ന് പറഞ്ഞ ബന്ധുക്കോസുകാരുണ്ട്. ഉണ്ട് എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാം. ദൈവത്തിന്റെ സ്തോത്രം. ഇന്നത്തെ അവസ്ഥയിൽ അവർ മിനറൽ വാട്ടർ മാത്രമേ കുടിക്കുന്നുള്ളൂ എന്നൊരു സത്യം കൂടെ അതിന്റെ കൂടെ അങ്ങ് പറയുക. ദൈവത്തിന്റെ സ്തോത്രം. കാരണം എന്താ? ഗതികേടുകൊണ്ട്, മറ്റു പോംവഴി ഇല്ലാത്തത് കൊണ്ട് കുടിച്ചേ പറ്റൂ. ഭൂമി ആ ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് വ്യക്തമായി നാം ബോധ്യമാക്കണം. ഈ ഭൂമി ഒരു ഭയങ്കര ആഗോള തപനത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, സൂര്യനിൽ നിന്ന് പ്രവഹിക്കുന്നതായി ഈ മാതിരിയുള്ള കോസ്മിക് റൈസുകൾ ഭൂമിയെ ഒരു വരണ്ട മരുഭൂമി പോലെ, ചുട്ടുപൊള്ളുന്ന ഒരു അടുപ്പ് പോലെ ഭൂമിയെ മാറ്റുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം.